On November 1st, the Chief Minister of Kerala, Sri Pinarayi Vijayan, declared the state free of extreme poverty. The announcement was made during a special session of the Kerala Assembly on the occasion of Kerala Piravi, followed by a massive public event at Thiruvananthapuram's Central Stadium. The declaration, one of the government's most ambitious social welfare milestones, has since sparked a heated political debate in the state. According to the Chief Minister, the project to eradicate extreme poverty was implemented through a coordinated effort involving multiple government departments, local bodies, and extensive public participation. Over 64,000 families identified as living in extreme poverty were brought under tailored microplans, short, medium, and long-term interventions designed to meet their unique needs. Initiatives such as social security pensions, housing for the homeless, and nutritional assistance through Kudumbashri were among the key pillars of the mission. ഈ കേരളപ്പിറവി ദിനത്തിൽ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി ഔപചാരികമായി കേരളം ഉയർത്തപ്പെടുകയാണ്. ഇത് നമ്മൾ കാണേണ്ടത് രാജ്യത്തെ ഏക സംസ്ഥാനം എന്നുള്ളത് മാത്രമല്ല, ലോകത്ത് തന്നെ അപൂർവം പ്രദേശങ്ങൾ മാത്രമേ ഇത്തരത്തിൽ അതിദാരിദ്ര്യമുക്തമായതുള്ളൂ. അപ്പോൾ ആ പട്ടികയിലേക്ക് നമ്മൾ നമ്മുടെ സംസ്ഥാനം ഉയരുകയാണ്. സമൂഹത്തിൽ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്നവരുടെ കൈപിടിച്ചുയർത്തുക. ഇപ്പോൾ വാപ്പ മരിച്ചതിന് ശേഷം 12 വർഷമായി. അതിനുശേഷം പിന്നെ മാറി തിരിഞ്ഞു ഓരോരുത്തരുടെ വീട്ടിലൊക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ കൊച്ചുമോള് ഞാൻ മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് മറിഞ്ഞ് തിരിഞ്ഞൊക്കെ നിന്ന് മഴയൊന്ന് പിടിഞ്ഞൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ പിള്ളേർ താമസിച്ച് ഇടിഞ്ഞ് വീണ് പോയ ഷീറ്റല്ലായിരുന്നു. ഒരു സൈഡ് അടുക്കളയൊക്കെ അങ്ങ് ഇടിഞ്ഞ് വീഴുന്നു പോയി. പിന്നെ അവിടെ നിന്ന് പിന്നെ അങ്ങനെയാണ് മാറി തിരിഞ്ഞൊക്കെ നിന്ന് പിന്നെ അങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞ് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു ലോണും കിട്ടി. എല്ലാവരുടെ സഹായത്താൽ ഇപ്പം ചെറുതായിട്ട് ഇത്രയായി കിട്ടി. ഞാൻ സന്തോഷത്തിലാണ്. ഇപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ വയ്യായിരുന്നു. പൊയ്ക്കൊണ്ടിരുന്നു. ഇപ്പോൾ മാസമായിട്ട് ഞാൻ കിടപ്പായിരുന്നു. അതിനെ കൊണ്ട് എനിക്കിപ്പം ജോലിക്ക് പോകാത്തതിനെ കൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട് വന്നത്. അവളെ ചിലവാണ് എൻ്റെ മൂത്ത ഇളയ മോളെ ചിലവ്. അവളും ഇപ്പം 1 മാസം കൊണ്ട് വയ്യാതെ കിടക്കുന്നു. അല്ലാതെ ആരും കൊണ്ട് തരാനുമില്ല. എൻ്റെ ഭർത്താവിനും വയ്യാതെ കിടപ്പായിരുന്നു. ഇപ്പം അവന് ഇത്തിരി വെച്ചൊക്കെ നടക്കുന്നത്. ഇപ്പം അവിടെ നിന്ന് കിട്ടണ്, പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞ് കിട്ടണ്. ഇപ്പം അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ പോകണം. ഇപ്പം പഞ്ചായത്തിൽ നിന്ന് വീടൊക്കെ കിട്ടി, ചോറൊക്കെ മറ്റേ ഇത് കുടുംബശ്രീയുടെ ഇതിൽ കിട്ടുന്നുണ്ട്. ഇപ്പം കുഴപ്പമില്ലാതൊക്കെ പോകുന്നു. വരുമാനം ഞാൻ പോകുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വരുമാനമൊന്നുമില്ല. അമ്മയ്ക്ക് അച്ഛനും പെൻഷനുണ്ട്. നമ്മുടെ കുടുംബശ്രീയിലെ ബഹുമാനപ്പെട്ട സഹോദരിമാരെ കൊണ്ട് ഒരു സർവേ, വളരെ സത്യസന്ധമായ ഒരു സർവേ എടുക്കുകയും ആ സർവേയുടെ ഫലമായിട്ട് ഞങ്ങൾ 4 പേരെ കണ്ടെടുക്കുകയും ആ 4 പേര് ആശാ വർക്കർ, അംഗനവാടി ടീച്ചർമാർ, അതുപോലെ തന്നെ ഈ കുടുംബശ്രീയിലെ എല്ലാവരും കൂടി ഇരുന്ന് ഒത്തൊരുമിച്ച് നോക്കുമ്പോൾ ഇതിന് അർഹത എന്ന് പറയുന്നത് സോമനാണെന്ന് കണ്ടെത്തുകയും വീട് അടക്കം വാടകയ്ക്ക് എടുത്തു കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ ഭക്ഷണം 3 നേരത്തെ ഭക്ഷണം ഇവർക്ക് പഞ്ചായത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത പ്രദേശത്ത് സ്ഥലവും വീട്ടിൻ്റെ പണി ഏകദേശം പൂർത്തീകരണ വക്കിലാണ്. However, the announcement drew strong criticism from the opposition. The Congress-led United Democratic Front, or UDF, accused the government of making a false and misleading claim ahead of the upcoming local body elections. Opposition leader V.D. Satishan called the declaration a fraud and a public relations exercise, alleging that it was in contempt of assembly rules. As the special session began, UDF legislators staged a walkout from the House, shouting slogans that the government had misled the people of Kerala. The government, however, maintains that the initiative is not symbolic, but the result of sustained policy planning and community-driven execution. Ministers have reiterated that the declaration was based on verified data collected from every panchayat through Kudumbashri and Asha networks, ensuring transparency and accountability. 2021 രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരമേറ്റെടുത്ത ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗമെടുത്ത 1ാമത്തെ തീരുമാനമാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമഗ്ര സംയോജിത പദ്ധതി നടപ്പാക്കുക എന്നത്. അന്ന് ലക്ഷ്യമിട്ടത് 2025 നവംബർ 1 ആകുമ്പോഴേക്കും ഈ ലക്ഷ്യം കൈവരിക്കണം എന്നതാണ്. കൃത്യമായി
ആ സമയബന്ധിതമായി തന്നെ ആ ലക്ഷ്യം ഇപ്പോൾ കൈവരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഏറെക്കുറെ. ഇപ്പോൾ 99% കൈവരിച്ചു കഴിഞ്ഞു. അടുത്ത ഏതാനും ദിവസം കൊണ്ട് 100%-ത്തിലെത്തും.